ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ പുതിയ വീഡിയോ ആണ്. വലിയ പെരുന്നാളൊക്കെ ആവാനായല്ലോ. അപ്പോൾ വലിയ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വ്ളോഗാട്ടോ. ദാഹിമിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് പോകാമെന്ന് കരുതി. ഇക്കാക്കാൻ്റെ വക കേട്ടോ, ദാഹിമിന് ഡ്രസ്സ് എടുക്കണം, ചെറിയ കാക്കാൻ്റെ വക. അപ്പോൾ എന്തായാലും അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ്. ഈവനിങ് ആട്ടോ പോയത്. സാറ്റർഡേ ഈവനിങ് ആണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയത്. മലപ്പുറത്ത് പോകാമെന്ന് കരുതി. fastcry.com കേട്ടോ പോകുന്നത്. ഫസ്റ്റ് ക്രൈ ഷോപ്പ് ആദ്യം ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് ഈ മലപ്പുറത്തെ ഈ സൈഡൊക്കെ ആക്കിയിട്ടുണ്ട്. പഴയ ഫസ്റ്റ് ക്രൈക്ക് ആദ്യം പോയിട്ടുള്ളതിന് ഈ ഫസ്റ്റ് ക്രൈക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു, ജസ്റ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഡ്രസ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് ക്രൈൻ്റെ ഉള്ളിൽ കയറാമെന്ന് കരുതി. ഞാൻ കരുതിയ പോലത്തെ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. ഡ്രസ്സ് ഉണ്ട്, ബട്ട് ഞാൻ കരുതിയ പോലത്തെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നേരെ പോയത് ലിറ്റിൽ ഹേർട്ട്സ്ക്കാണ്. പഴയ ഫസ്റ്റ് ക്രൈ ഇപ്പോൾ ലിറ്റിൽ ഹേർട്ട്സ് ആണ്. അപ്പോൾ അതിനുള്ളിൽ കയറാമെന്ന് കരുതി. അവിടെ എന്തായാലും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഒന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടൈപ്പ് തന്നെ വേണം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ടൈപ്പ് കിട്ടാഞ്ഞാൽ, ഞാൻ വിചാരിച്ചത് കിട്ടാഞ്ഞാൽ എനിക്കെന്തോ പോലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 1 ടൈപ്പാണ് നോക്കിയത്. നല്ല അടിപൊളി കോഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൺഫ്യൂഷനായി, കോഡ് സെറ്റ് എടുക്കണോ അതോ 1 എടുത്താൽ മതിയോ. ലാസ്റ്റ് എന്തായാലും 1 എടുത്തുകൊണ്ട് പോന്നു കേട്ടോ. ഇനി എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കരുതി, ജസ്റ്റ് നോക്കാമെന്ന് കരുതി. അപ്പോൾ സുദിയോയിൽ കയറാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ച്. സുദിയോയിൽ പോയി നോക്കി, ഭയങ്കര തിരക്ക്. അങ്ങനെ അവിടുന്ന് അതേപോലെ തന്നെ ഇറങ്ങിപ്പോന്നു. പിന്നെ ഞങ്ങൾ മൗസി കയറി. ഇതവരെ മൗസിത്തെ പുതിയൊരു അവരൊരു ഐറ്റമാണ്, ചീസി ചിക്കൻ ബേക്സ്. ഞാൻ കുറേ കാലം ഒന്ന് ട്രൈ ചെയ്യണം വിചാരിക്കുന്നത്. അങ്ങനെ അതും ട്രൈ ചെയ്തു. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബ്രെഡിൽ ചീസും ചിക്കൻ്റെ കുറച്ച് മിക്സൊക്കെ വെച്ചിട്ടുള്ളത് കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. പിന്നെ രാവിലെ മിൽക്ക് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നു കേട്ടോ വീട്ടിലേക്ക്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാട്ടോ വന്നത്. വെള്ളാമ്പുറത്തേക്ക് വന്നു. ഇത് പിന്നെ രാത്രിക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. മക്കൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ഞാൻ പിറ്റേന്ന് സൺഡേ ഷൂട്ട് ചെയ്ത കാര്യങ്ങളാട്ടോ. മക്കളൊക്കെ അവിടെ ഇരുന്ന് മെഹന്തി ഇടുന്നുണ്ട്. നാളെ പെരുന്നാളാണല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലാട്ടോ എല്ലാവരും. ഒരു കുപ്പി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു കേട്ടോ. വെറുതെ മക്കളൊക്കെ ഡാൻസ് കളിക്കുകയായിരുന്നു. പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരി പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ മഞ്ചേരി പോകട്ടെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം കയറിയത് IMലാട്ടോ, ബട്ട് എനിക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ കിമയെ കയറി. കിമേന്നും ഞാൻ വിചാരിച്ചത് പോലത്തെ ഒന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ഹൈദിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് പോന്നു. ഇത് പിന്നെ ദാഹിമിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോപ്പീസ് കയറി. അവിടുന്ന് ദാഹിമിന് ഒരു ഷർട്ടും ട്രൗസറും എടുത്ത് പോന്നു. പിന്നെ ബത്തിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കംഫർട്ട് ഫാക്ടറിയിലും കയറി നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ പോന്നു. ഇത് പിന്നെ മഗ്‌രിബിന് ശേഷം ഞങ്ങൾ മെഹന്തി ഇടുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫുഡ് എന്താ കാര്യങ്ങളൊക്കെ. നാളെ പെരുന്നാളാണല്ലോ, അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ക്യാരറ്റ് വെച്ചിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ബീഫൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നാളേക്കുള്ള ബീഫ്. ഹലോ, ഹായ്, എന്താ പരിപാടി? ഹായ് പറയൂ. ഹലോ ഗായ്സ്, നാളെ ഈദാണ്.
ഞങ്ങൾ നാളെ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ചിക്കൻ മസാല ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇത്താത്തൻ്റെ അടുത്തേക്ക് പോയി. ഇത്താത്ത സെറ്റ് ചെയ്യണ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത്താത്തയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുമായിരുന്നു. എന്നാൽ പിന്നെ നാളെ നമുക്ക് മോർണിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. മോർണിംഗ് പിന്നെ പള്ളിയിൽ പോകണ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പം സമയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം തന്നെ ഇപ്പം തന്നെ ചെയ്ത് വെക്കുമായിരുന്നു. ഇനി നാളേക്കുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്യാണ്ട്, അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ചെയ്ത് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചു. പിന്നെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് എല്ലാവരും കൂടെ. അത് പിന്നെ മസ്റ്റാണല്ലോ പെരുന്നാൾ തലേന്ന്. എല്ലാവരും കൂടെ ഒരുമിച്ചാവുമ്പോൾ നല്ല രസമാട്ടോ. പടക്കം പൊട്ടിക്കലും വർത്താനും മൈലാഞ്ചി ഇടലും നല്ല രസമായിരുന്നു. മാഷാ അല്ലാ, എന്നും ഇതുപോലെ എല്ലാവർക്കും ഈദൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ. ദാഹിമൊന്നും ഉറങ്ങിയിട്ട് തന്നെ ഇല്ല കേട്ടോ. ഇനി എനിക്ക് മെഹന്തി ഇടാണ്ട്. അപ്പോൾ അവനെ ഉറക്കിയിട്ട് വേണം എനിക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അവന് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ മെഹന്തി ഇട്ടു. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ എത്ര ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തലേന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഞാൻ ഈദിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈദ് വ്ളോഗ് എന്തായാലും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.